സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ലൈൻ പോകുന്ന കാര്യം സ്കൂൾ പ്രധാന അധ്യാപിക KSEBയെ അറിയിച്ചതാണ്. അപ്പോൾ ലഭിച്ച മറുപടി ലൈൻ മാറ്റി കേബിൾ വലിക്കാൻ പോകുന്നുവെന്നാണ്. നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ മുട്ടാപ്പോക്ക് മറുപടി പറയാൻ കഴിയൂ. എന്നെങ്കിലും നടന്നേക്കാവുന്ന കേബിൾ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ആ ഉത്തരം. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയാൽ അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആരാണ്? അത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. CPIM ലോക്കൽ സെക്രട്ടറി മാനേജറായ സമിതിക്ക് വൈദ്യുതി ബോർഡിൽ സമ്മർദ്ദം ചെലുത്താൻ എന്തിനാണ് അമാന്തം? അല്ലെങ്കിൽ മറ്റൊരു ലോക്കൽ സെക്രട്ടറിയാണ് സ്കൂൾ ഭരണസമിതി പ്രസിഡന്റ്. ഇവർ മാത്രമാകണമെന്നില്ല. കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹികൾക്കും വിഷയത്തിൽ ഇടപെടാം. അങ്ങനെ ഇടപെടുന്നതിനെയാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. സർക്കാരിനെയും ഭരിക്കുന്ന പാർട്ടിയെയും കുറ്റം പറയുക മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ജോലി, പ്രത്യേകിച്ചും പ്രാദേശിക തലങ്ങളിൽ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നത് എന്തുകൊണ്ടാണ്? ആ വൈദ്യുതി ലൈൻ അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി: ഇത് അറിയാതെ സംഭവിച്ച വീഴ്ചയല്ല. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാമെന്ന് സ്കൂളിലുള്ളവർ ഭയന്നിരുന്നു. അത് മിഥുന്റെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് വന്നു. ആ ഷോക്കിലാണ് ഒരുപാട് പേർക്ക് പൊള്ളിയത്. ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടാതെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നില്ലേ ഈ വിഷയം?